GST ഡിപ്പാർട്ട്മെന്റിന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം 1/4/2025 മുതൽ ഒരു ബിസിനസ് ഓണർക്ക് ഒന്നിലധികം GST രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹം സെൻട്രലി പ്രൊക്യൂർ ചെയ്യുന്ന സർവീസിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്തതിനായിട്ട് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ISD രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ISD രജിസ്ട്രേഷൻ സംവിധാനം നേരത്തെ തന്നെ GST ഉണ്ടെങ്കിലും ഈ 2025 ഏപ്രിൽ മുതൽ ഇത് കമ്പൽസറി ആക്കിയാണ്. അപ്പം ഒരു ബിസിനസ്സുകാരന് ഒന്നിലധികം GST രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഏപ്രിൽ മുമ്പിട്ടായിട്ട് തന്നെ ISD രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് GST ഡിപ്പാർട്ട്മെന്റ് നോട്ടീസും പെനാൽറ്റീസും വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു 8 ഇയറിലായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സുകാരന് കേരളത്തിലും തമിഴ്നാട്ടിലും ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അദ്ദേഹത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രത്യേകം GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് വേണ്ടിയിട്ട് സെൻട്രൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊക്യൂർ ചെയ്യും. ഈ പ്രൊക്യൂർ സോഫ്റ്റ്വെയറിന്റെ ഇയർലി മെയിൻ്റനൻസ് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ചെലവാകും. അതിന്റെ ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അദ്ദേഹം ആ ബില്ല് ISD രജിസ്ട്രേഷനിൽ ബില്ല് മേടിക്കുകയും അതാത് കൺസേൺഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ അവരവരുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് ITC ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും വേണം.